ാത്ത വാചകങ്ങളുടെ ഈ പെരുമഴയിൽ ഇതിൻ്റെ സമാപനത്തിലേക്ക് അടുക്കുന്നു എന്ന ശുഭപ്രതീക്ഷ ഈ പ്രസംഗങ്ങളെയും ഇനി വരാനിരിക്കുന്ന സംസാരങ്ങളെയും ശ്രദ്ധിക്കുവാൻ നിങ്ങളെ പ്രചോദിപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായും ആഗ്രഹിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. സഹോദരങ്ങളെ, എനിക്ക് പറയാനുള്ളത് യഥാർത്ഥത്തിൽ ഒരു മോചനത്തിൻ്റെ സുഖം അതൊരു വലിയ സന്തോഷമാണ്. ഒരു പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവൻ അനുഭവിക്കുന്ന ആ നിർവൃതി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരു ഓപ്പറേഷനിൽ നിന്നും കഴിഞ്ഞ് രക്ഷപ്പെട്ടു വരുന്നൊരു രോഗി അനുഭവിക്കുന്ന നിർവൃതി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒരു യാത്ര എത്തിച്ചേരുമ്പോഴുണ്ടാകുന്ന ആഹ്ലാദം, സംതൃപ്തി, ആ മോചനത്തിൻ്റെ പരിസമാപ്തിയിലുണ്ടാകുന്ന ആഹ്ലാദം അവർണ്ണനീയമാണ്, അവാച്യമായ സംഗതിയാണ്. ഇതുപോലെ തന്നെ ഒരു മോചനം നേടിക്കൊണ്ടായിരിക്കണം നിങ്ങൾ ഈ മഹത്തായ സമ്മേളനത്തിൽ നിന്നും പിരിഞ്ഞു പോകേണ്ടത് എന്നതു മാത്രമാണ് എൻ്റെ ഈ ചുരുങ്ങിയ വാചകങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഒരല്പം മനസ്സ് കൊടുത്ത് ഈ പരിപാടിയെ നിരീക്ഷിക്കുന്ന ആളുകൾ ജീവിതത്തിൽ ഇന്നേ വരെ അവർക്ക് അനുഭവിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ യഥാർത്ഥത്തിൽ ഈ പരിപാടിയിലൂടെയും ഇനിയുള്ള ജീവിത കാലഘട്ടങ്ങളിലും നേടിയെടുക്കാൻ പറ്റും എന്നുറപ്പാണ്. ഒരു മോചനം, എന്തിൽ നിന്നുള്ള മോചനം എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ പിരിമുറുക്കങ്ങളിൽ നിന്നും മനപ്രയാസങ്ങളിൽ നിന്നുമുള്ള ഒരു മോചനം യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നതാണ് ഇവിടെ എഴുതി തന്ന സംശയങ്ങളും നിങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ മോചനം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇവിടുന്നാണ്ട് കഴിഞ്ഞു പോയാൽ എനിക്ക് യഥാർത്ഥത്തിൽ ഇനി ഒരു മനസ്സിനെ സ്വസ്ഥമാക്കി ഒരു ജയിലറകളിൽ നിന്നും പുറത്തേക്ക് തുറന്നു വിട്ടവൻ അനുഭവിക്കാത്ത മോചനത്തിൻ്റെ സുഖങ്ങളുമായി എനിക്കെൻ്റെ വിദ്യാർത്ഥി കാലഘട്ടം മാത്രമല്ല എൻ്റെ കുടുംബജീവിതവും എൻ്റെ ഭാവി ജീവിതവും എനിക്ക് ആനന്ദകരമാക്കി തീർക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് എൻ്റെ വാക്കുകളല്ല, എൻ്റെ വാക്കുകളാണെങ്കിൽ ആ നിർദ്ദേശങ്ങളിൽ അബദ്ധങ്ങൾ സംഭവിക്കുമല്ലോ. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ധാരണകളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഇതൊരു പ്രസംഗമായോ പ്രഭാഷണമായോ നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല. ഇന്നു മുതൽ നിങ്ങളുടെ കൈവിരൽ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ, ഒരു നേർപ്പാതയിലൂടെ മുന്നോട്ട് ചലിപ്പിക്കാൻ, പിന്നിൽ നിന്നും നിങ്ങളെ ശക്തമായി മുന്നോട്ടേക്ക് ഗമിക്കാൻ പ്രചോദനം നൽകുന്ന ചില മാർഗനിർദ്ദേശങ്ങളെ നമ്പറിട്ട് പറയാനാണ് ഞാൻ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നത്. ഈ പ്രഭാഷണത്തിന് അനുവദിച്ച സമയം വളരെ ചുരുങ്ങിയതാകുന്നതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാൻ ആരംഭിക്കുമ്പോഴേക്കും ഈ സംസാരം തീർന്നു കഴിഞ്ഞു കാണും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ ആ കാര്യം സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആവേശകരമായ മുന്നോട്ട് പോക്കിന് ഒരു ലക്ഷ്യം വേണം സഹോദരങ്ങളെ. ഏറ്റവും ഒന്നാമതായി വേണ്ടത് അതാണ്. എവിടേക്ക് എനിക്ക് നടന്നു പോകാനുണ്ടെന്നതിനെക്കുറിച്ചുള്ള അറിവ് ആവേശപൂർവ്വം മുന്നോട്ട് പോകാൻ നമ്മെ പ്രേരിപ്പിക്കും. പലപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നതാണ്, നിങ്ങളുടെ മനസ്സിലും വന്നു കാണും. പെൻഷനായി റിട്ടയർമെൻറ്റും കഴിഞ്ഞ് മക്കളെയും കുട്ടികളെയും പേരക്കുട്ടികളെയും കളിപ്പിച്ച് വീട്ടുമുറ്റങ്ങളിൽ ഇരിക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത പല ആളുകളെയും കാണുമ്പോൾ, പരലോകത്തെക്കുറിച്ച് വിശ്വാസമില്ലാത്തവരെ കാണുമ്പോൾ മനസ്സ് തോന്നിപ്പോകാറുണ്ട്, എന്തിനാണ് ഈ കാത്തിരിപ്പ്? മുറ്റത്തൊരു കസേരയിട്ട് മടുക്കുവോളം രാവിലത്തെ പത്രം വായിച്ചു തീർത്ത് എന്തിനാണ് ഈ കാത്തിരിപ്പ്? മക്കളും കുട്ടികളും അവരുടെ ജോലി തിരക്കിലേക്ക് ആവേശപൂർവ്വം പോകുമ്പോൾ അവർ പോകുന്ന സമയത്തുള്ള ഇരുത്തം തിരിച്ചു വരുമ്പോഴും അതേപോലെ ഇരിക്കുന്ന ഈ വൃദ്ധന്മാരും വൃദ്ധകളും എന്താണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്? ഒരു കുഴിമാടത്തെയാണോ, ഒരു ജീവിതാന്ത്യത്തെയാണോ, ഒരു മരണത്തെയാണോ പ്രതീക്ഷിക്കുന്നത്? അവിടെയാണ് ലക്ഷ്യത്തിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം. ജീവിതത്തിൽ തീർക്കാനുള്ളതെല്ലാം ചെയ്തു തീർത്തതിന് ശേഷം ഞാൻ എങ്ങോട്ട് എന്ന് ചോദ്യത്തിനുള്ള ഒരു ശരിയായ ഉത്തരം. സഹോദരങ്ങളെ, നമ്മുടെ ലക്ഷ്യം ഒരിക്കലും തടസ്സങ്ങളില്ലാത്ത, യാതൊന്നിനും തടസ്സപ്പെടുത്താൻ പറ്റാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ലക്ഷ്യമാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്. ഏതു ലക്ഷ്യങ്ങൾക്കും തടസ്സങ്ങളുണ്ടാകാം. ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി പഠനത്തിനിറങ്ങിയവന് പരീക്ഷ എഴുതാൻ കഴിയാതെ വന്നേക്കാം. ഒരു സുഹൃത്തിനെ സന്ദർശിക്കാൻ യാത്ര തിരിച്ചവന് സുഹൃത്തിൻ്റെ വീട്ടിൽ എത്താതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായേക്കാം. എന്നാൽ സഹോദരങ്ങളെ, എത്തുമെന്നുറപ്പുള്ള ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധികൾക്കും തടസ്സം നിൽക്കാൻ പറ്റാത്തൊരു ലക്ഷ്യം, അതാണ് മരണത്തിനപ്പുറത്തുള്ളൊരു ജീവിതം. ഏറ്റവും വലിയ പ്രതിസന്ധി മരണമാണല്ലോ ജീവിതത്തിൽ. ഏറ്റവും വലിയ പ്രതിസന്ധി മരണമാണ്. മരണത്തിനപ്പുറത്താണ് അതുള്ളത്. അതുകൊണ്ട് ഒരു പ്രതിസന്ധികൾക്കും തടസ്സം നിൽക്കാൻ പറ്റാത്ത ഒരു ജീവിതത്തിലേക്കാണ് എൻ്റെയും നിങ്ങളുടെയും ഈ പ്രയാണമെന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ എന്തു സംഭവിച്ചു എന്നറിയോ? പലപ്പോഴും നമ്മൾ അങ്ങനെ ആലോചിച്ച് തീരുമാനിച്ച് മുന്നോട്ട് പോകാത്തത് കൊണ്ടാണ്. നിമിഷങ്ങളെ കൊണ്ട് മാറും.
കഴിഞ്ഞ ദിവസം ഞാൻ പരിചയപ്പെട്ട ക്യാമ്പസിലെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് അവൻ്റെ ജീവിത മാറ്റത്തിൻ്റെ കാരണമാണ്. അറബിയിൽ നിന്ന് കിട്ടിയ അറബിയിലുള്ള 4 മിനിറ്റ് സമയം കൊണ്ട് കാണിക്കാവുന്ന ബ്ലൂടൂത്ത് വഴി തൻ്റെ സുഹൃത്ത് മൊബൈലിലേക്ക് പകർന്നു നൽകിയ ഒരു സന്ദേശം. എന്താണ് അതിലുള്ള? ഒന്നുമില്ല. ഇങ്ങനെ ശ്വാസം ഒരല്പസമയം വായയും മൂക്കും അടക്കി പിടിച്ചാൽ അല്പനിമിഷം കഴിഞ്ഞാൽ പിന്നെ എന്ത്? ഈ ട്യൂബ് ലൈറ്റുകളെ നമ്മൾ കാണുമോ? ഇല്ല. നമ്മുടെ ചുറ്റുപാടുള്ള എന്തെങ്കിലും നമുക്ക് കാണുമോ? പിന്നെ പുതിയൊരു ജീവിതാവസ്ഥയാണ്. നിമിഷങ്ങൾക്കപ്പുറത്ത് പുതിയൊരു ലോകമാണ് തുറന്നു വെക്കുന്നത്. ഒരുപക്ഷേ ചിതറി വീണ് കിടക്കുന്ന റോട്ടിൽ നിന്നും നമ്മെ പെറുക്കിക്കൊണ്ട് വന്നാൽ നമ്മുടെ ആത്മാവ് പിന്നെ കാണാൻ പോകുന്നത് പുതിയൊരു ലോകമാണ്. ആ ലോകത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാൻ ആർക്കു പറ്റും? ആ ലോകമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ ലക്ഷ്യം. സഹോദരങ്ങൾ, അല്പം സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടുകൂടെയും മുന്നോട്ട് പോകാൻ കഴിയണം. 2 തരത്തിലുള്ള ചോദ്യം നിങ്ങളിന്ന് വായിക്കുമ്പോൾ 2 മനസ്സുള്ളവരെ കാണാൻ പറ്റുന്നു. ഒരു കുട്ടി ചോദിച്ച ചോദ്യം നമ്മൾ അത്ഭുതപ്പെടുന്നു. അതിൻ്റെ നേരെ വിപരീതമാണ് വേറൊരാൾ ചോദിച്ചത്. ആ 2 ചോദ്യങ്ങൾ വായിച്ചാൽ തന്നെ ഞാൻ ഈ സദസ്സിൽ പറയാനുള്ളതെല്ലാം അതോടെ തീരും. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ചോദ്യത്തിൻ്റെ സംക്ഷിപ്തം പറയാം. ഒരാൾ പറയുന്നു, സൂക്ഷ്മത കൊണ്ട് ഞാൻ ലാബിൽ ഒറ്റക്കാകുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ലാബിൽ സമയം വൈകുമ്പോൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒറ്റക്കാകാറുണ്ട്. അങ്ങനെ ഞാൻ ഇരിക്കേണ്ടി വന്നാൽ ചിലപ്പോൾ അമുസ്ലിം പെൺകുട്ടികളായിരിക്കും കൂടെ അവിടെ ഉണ്ടാകുക. അവർ ശരിക്കൊരു ഇസ്ലാമിക വസ്ത്രധാരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ സമയം അവിടെ കഴിച്ചു കൂട്ടേണ്ടി വരുമ്പോൾ വളരെ വലിയ പ്രയാസമുണ്ട്. അത് തെറ്റാകുമോ? അതിന് കുറ്റമുണ്ടാകുമോ എന്നൊരാൾ ചോദിക്കുമ്പോൾ മറുഭാഗത്തൊരു സുഹൃത്ത് ചോദിക്കുന്നു. നോക്കൂ നിങ്ങൾ, ആ ചോദ്യം വളരെ മനോഹരമായ ഒരു ചോദ്യമാണ്. ആ കാഴ്ചപ്പാടും ഈ കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസമാണ്. പ്രേമം എങ്ങനെ തെറ്റാകും? നേരത്തെ പറഞ്ഞ വിഷയം തന്നെയാണ്. എങ്ങനെ തെറ്റാകും? അള്ളാഹു എന്തിനൊരു വികാരം തന്നു എന്നാണ്. ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ഒരു താല്പര്യം ജനിക്കുന്നു, ഒരു ആൺകുട്ടിയെ കാണുമ്പോൾ താല്പര്യം കാണിക്കുന്നു. അങ്ങനെ ഒരു വികാരം എന്തിന് ദൈവം നമുക്ക് തന്നു? അത് ഇതിനു വേണ്ടിയല്ലേ എന്നാണ് വേറൊരാൾ ന്യായം വെച്ച് തിരിച്ചു ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ഈ മാനസികാവസ്ഥ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് ഈ പ്രോഫ്കോൺ നിങ്ങളെ പഠിപ്പിച്ചോ? പഠിപ്പിച്ചില്ലെങ്കിൽ ശൂന്യമാണ് ഈ തിരിച്ചുപോക്ക്. ശൂന്യമാണ് ഈ തിരിച്ചുപോക്ക്. നിങ്ങൾക്കൊന്നും സഹോദരങ്ങളെ ഇനി നൽകാനില്ല ഈ ജീവിതത്തിൽ. അത് ബോധ്യപ്പെട്ടോ? ഒരു തരിമ്പ് സംശയം ബാക്കി നിൽക്കുന്നുവോ? ജീവിതത്തിന്റെ ബാക്കി രംഗത്ത് ഇസ്ലാമിന് നിങ്ങളോടൊന്നും പറയാനില്ല, നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു വേദിയിൽ ഞങ്ങളോടൊപ്പം വന്നിരിക്കേണ്ടതില്ല, ഒരു സദസ്സിനെയും ധന്യമാക്കേണ്ടതില്ല. ക്യാമ്പസിൽ കൂട്ടുകൂടി നടക്കുന്ന ഇതിൻ്റെ പ്രവർത്തകന്മാരോടൊപ്പം തൽക്കാലം നിങ്ങൾ നടക്കണമെന്ന താല്പര്യവും ഈ പ്രസ്ഥാനത്തിനോ ആദർശത്തിനോ ഇല്ല. ഉറപ്പ്, ഇവിടുത്തെ തീയിൻ്റെ എത്രയോ ശക്തിയുള്ള ഒരു നരകം ഞാൻ എൻ്റെ കണ്ണുകളെ കൊണ്ട് കാണാനിരിക്കുന്നു. പുതിയ കാഴ്ച തന്നുകൊണ്ട് ഒരു പുതിയ സ്വർഗം, ഇതാണ് യഥാർത്ഥ ലക്ഷ്യം. അതിനെ മുൻനിർത്തി ചിന്തിക്കുമ്പോൾ സഹോദരങ്ങൾ ഒരു മാറ്റം ആവശ്യമാണ്. അപ്പോൾ എൻ്റെ മനസ്സിനെ നന്നാക്കി ഒരു നല്ല ജീവിതം എനിക്ക് വേണം. ഞാൻ പറഞ്ഞല്ലോ, മനസ്സിനെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മോചനം എന്തെന്നറിയുന്നത് തെറ്റുകളും തന്നെയാണ്. സഹോദരങ്ങൾ, ഈ സദസ്സ് പ്രകടിപ്പിച്ച ഏറ്റവും വലിയ വികാരം, എൻ്റെ സുഹൃത്ത് CP സലീം പറഞ്ഞല്ലോ, ഈ പ്രേമത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ വന്ന ഏതൊരു കടലാസ് എടുത്ത് വായിച്ചാലും ഒരു കുറ്റബോധത്തിൽ നിന്നാണ് അത് വന്നത്. ആ കുറ്റബോധങ്ങൾ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ ഒരു സന്ദർഭത്തിലും സഹോദരങ്ങളെ നമ്മുടെ മനസ്സ് മോചിപ്പിക്കപ്പെടില്ല. എല്ലാ സന്ദർഭത്തിലും ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ചുള്ള മാനസിക പ്രയാസങ്ങൾ. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. പരലോകമുണ്ടെന്നതിന് തെളിവ് അല്ലാഹു പറഞ്ഞെന്തറിയോ? കുറ്റപ്പെടുത്തുന്ന മനസ്സാണ്. മനസ്സിൽ നിന്നും പാപത്തിൻ്റെ ചിന്തകളെ പൂർണ്ണമായും മോചിപ്പിച്ചെടുക്കുമ്പോൾ മാനസികമായ സമാധാനം, സന്തോഷവും നമുക്ക് ലഭ്യമാകും. നോക്കൂ നിങ്ങൾ, ഒരു വാചകം അധികം അതിനെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ തെറ്റായ നിലക്കുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ആളുകൾ അതിൽ നിന്ന് ഇങ്ങോട്ട് വേറിടാനുള്ളൊരു പ്രയാസം കൊണ്ട് എന്തൊക്കെ ന്യായങ്ങളാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, 2 മനസ്സ് അള്ളാഹു ആർക്കും നൽകിയിട്ടില്ല, 2 ഹൃദയം ഒരാൾക്കുമില്ല. യഥാർത്ഥത്തിൽ മനസ്സു നിറയെ അതാണ്. എപ്പോഴെങ്കിലും അങ്ങനെ ബന്ധമുള്ള പ്രേമബന്ധമുള്ള ആളുകൾ കാണുമ്പോൾ ഒരു സംസാരം വർത്താനം മാത്രമെന്നല്ല, ജീവിതത്തിൻ്റെ ഏതു സമയവും അതൊരു ചിന്തയായി, ഒരു കുറ്റബോധമായി നമ്മളെ മനസ്സിനെ ആക്രമിച്ചു കൊണ്ടിരിക്കും. അതിൽ നിന്നുള്ള പൂർണ്ണമായ മോചനമല്ലാതെ മറ്റൊരു മാർഗവും ആ രംഗത്തില്ല. ന്യായീകരിക്കാവുന്ന, നന്മയെന്ന് പറയാവുന്ന ഒരു കാര്യവും ആ രംഗത്ത് എടുത്തുദ്ധരിക്കുക സാധ്യമല്ലെന്ന് ഉറപ്പാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് തെറ്റുകളിൽ നിന്നുള്ള ഒരു മോചനം നമ്മുടെ ഹൃദയത്തിനു നേടാൻ ഈ സന്ദർഭത്തിൽ സാധിച്ചാൽ അതുതന്നെയാണ് ആ രംഗത്തുള്ള ഏറ്റവും വലിയ വിജയം. അതേപോലെ തന്നെ പലപ്പോഴും ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഒരു സുഹൃത്ത്